ഹായ് നമസ്കാരം സുഹൃത്തുക്കളെ, സീക്ക് സ്പോർട്സിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ചില ക്രിക്കറ്റ് അധികാരികളുടെ ഈഗോ അവന്റെ കരിയർ തന്നെ നശിപ്പിക്കുന്നു. സഞ്ജു സാംസനെ ചാമ്പ്യൻസ് ട്രോഫിയിൽ നിന്ന് തഴഞ്ഞതിൽ KCA വിമർശിച്ച് ശശി തരൂർ MP. വിജയ് ഹസാരെ ടൂർണമെന്റിന് മുന്നോടിയായുള്ള ക്രിക്കറ്റ് ക്യാമ്പിൽ നിന്ന് പരിശീലന ക്യാമ്പിൽ നിന്ന് സഞ്ജു സാംസൺ വിട്ടുനിന്നിരുന്നു. അതിനാൽ സഞ്ജു സാംസനെ കേരള ടീമിൽ എടുക്കാൻ സാധിച്ചിരുന്നില്ല. വിജയ് ഹസാരെ ട്രോഫി കളിക്കുവാൻ കഴിയാഞ്ഞത് സഞ്ജുവിനെ ചാമ്പ്യൻസ് ട്രോഫിക്കുള്ള ടീമിലേക്ക് എത്തുവാൻ തിരിച്ചടിയായിരുന്നു എന്ന് പല റിപ്പോർട്ടുകളും ഉണ്ടായിരുന്നു. ടൂർണമെന്റിൽ പങ്കെടുക്കാതിരുന്ന സഞ്ജു സാംസനെ ഇന്ത്യൻ ടീമിലേക്ക് പരിഗണിക്കില്ല എന്ന് വരെ പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിരുന്നു. സയ്യിദ് മുസ്താഖ് അലി വിജയ് ഹസാരെ ടൂർണമെന്റുകൾക്കിടയിലുള്ള പരിശീലന ക്യാമ്പിൽ പങ്കെടുക്കാൻ കഴിയില്ലെന്ന് അതിൽ ഖേദം പ്രകടിപ്പിച്ചുകൊണ്ട് സഞ്ജു മുൻകൂട്ടി കത്തെഴുതിയിരുന്നു KCAക്ക് എന്ന് ശശി തരൂർ ചൂണ്ടിക്കാട്ടി. എന്നിട്ടും സഞ്ജുവിനെ കേരള ടീമിൽ നിന്നും തടഞ്ഞു, കേരള ടീമിൽ ഉൾപ്പെടുത്തിയിരുന്നില്ല. അതോടെ ഇന്ത്യൻ ടീമിലേക്കുള്ള വാതിലും പൂർണ്ണമായും സഞ്ജുവിന് മുൻപിൽ അടഞ്ഞെന്ന് ശശി തരൂർ MP ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. ഇന്ത്യക്ക് വേണ്ടി ഏകദിനത്തിൽ 56.66 ശരാശരിയുള്ള വിജയ് ഹസാരയിലെ ഉയർന്ന സ്കോറായ 212 നേടിയിട്ടുള്ള ഒരു ബാറ്റ്സ്മാന്റെ കരിയർ ക്രിക്കറ്റ് മേധാവികളുടെ ഈഗോയിൽ നശിക്കുന്നുവെന്നും തരൂർ Xൽ കുറിക്കുകയുണ്ടായി. സഞ്ജുവിനെ പുറത്താക്കി കേരളം വിജയ് ഹസാരെ ടൂർണമെന്റിന്റെ ക്വാർട്ടർ ഫൈനലിൽ പോലും എത്തില്ലെന്ന് KCA മേധാവികൾ ഉറപ്പാക്കിയെന്നും തരൂർ കുറിക്കുകയുണ്ടായി. എന്റെ ഒരു ഒപ്പീനിയൻ നിങ്ങളോട് പങ്കുവെക്കുകയാണെങ്കിൽ സഞ്ജു സാംസൺ വിജയ് ഹസാരെ ട്രോഫി കളിച്ചിരുന്നുവെങ്കിലും BCCI ചിലപ്പോൾ ചാമ്പ്യൻസ് ട്രോഫിക്കുള്ള ടീമിലേക്ക് സഞ്ജുവിനെ പരിഗണിക്കുമായിരുന്നില്ല. ചില അത്തരം പൊളിറ്റിക്സ് അവിടെ നടക്കുന്നുണ്ടെന്ന് ഞാൻ ഇപ്പോഴും പൂർണ്ണമായി വിശ്വസിക്കുന്നു. ശരിയോ തെറ്റോ എന്ന് എനിക്കറിയില്ല. നിങ്ങളുടെ അഭിപ്രായം നിങ്ങളൊന്ന് കമന്റ് ചെയ്യുക. ശശി തരൂറിന്റെ ഈ വിവാദ പ്രസ്താവനയ്ക്ക് പിന്നാലെ KCA പ്രസിഡന്റ് ജയേഷ് ജോർജ് ഒരു സ്വകാര്യ ചാനലിൽ നൽകിയ അഭിമുഖത്തിൽ സഞ്ജു സാംസൺ ഞാൻ ഉണ്ടാകില്ല എന്ന ഒരു മെയിൽ മാത്രമാണ് KCA അധികാരികൾക്ക് വിജയ് ഹസാരെ ട്രോഫി പരിശീലന ക്യാമ്പിന് മുൻപ് അയച്ചതെന്നും ഒരു ഉത്തരവാദിത്തമുള്ള താരം ഒരു വരി കൃത്യമായ കാരണം വ്യക്തമാക്കാതെ ഞാൻ ഉണ്ടാകില്ല എന്ന ഒറ്റവരി മെയിൽ മാത്രമാണോ അയക്കുവാൻ പാടുള്ളൂ എന്നും അദ്ദേഹം ചോദിക്കുകയുണ്ടായി. പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് വിജയ് ഹസാരെ ടൂർണമെന്റിൽ വ്യക്തമായ കാരണങ്ങളില്ലാതെ സഞ്ജു പിന്മാറിയതിൽ BCCI അധികാരികൾക്കും എതിർപ്പുകൾ ഉണ്ടായിരുന്നു എന്നാണ് കേൾക്കുന്നത്. സത്യമാണോ ഇല്ലയോ എന്നറിയില്ല. പല റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ പറഞ്ഞു എന്നുള്ളൂ. എല്ലാ താരങ്ങളും ആഭ്യന്തര ക്രിക്കറ്റ് ടൂർണമെന്റുകൾ കളിച്ച് തങ്ങളുടെ കഴിവ് തെളിയിക്കണം എന്ന കടുത്ത നിലപാടിലാണ് ഇപ്പോൾ BCCI. ഏതായാലും വരും നാളുകളിൽ സഞ്ജുവിനെ ഇന്ത്യൻ ടീമിൽ ഏകദിന ടീമിലേക്കും കൂടി അവസരം കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. നിങ്ങളോട് ഒരു ചെറിയൊരു അഭ്യർത്ഥന, ഈ വീഡിയോയിൽ ഉണ്ടാകുന്ന ചെറിയ മിസ്റ്റേക്കുകൾ തെറ്റുകളെല്ലാം ക്ഷമിച്ച് കഴിയുമെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു എന്നെ സപ്പോർട്ട് ചെയ്യുക.